കെ സുധാകരന്റെ പിന്തുണ സ്വീകരിക്കുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. അനുകൂലമായാലും എതിരായാലും കോൺഗ്രസ് നേതാക്കൾ പറയുന്ന ഏത് കാര്യവും താൻ സ്വീകരിക്കും. വിഷയം നിയമപരമായി നേരിടണമെന്ന സുധാകരന്റെ പ്രസ്താവനയിൽ ആവശ്യം വന്നാൽ അങ്ങനെ ചെയ്യും എന്നും രാഹുൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാവിലെ മുതൽ വീണ്ടും പ്രചരണത്തിൽ സജീവമായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി എല്ലാ ദിവസവും പ്രചരണത്തിൽ ഇങ്ങനെ സജീവമായിട്ട് ഇറങ്ങും അല്ലേ? ആരോഗ്യത്തോടെ ഇറങ്ങി നടക്കാൻ പറ്റുന്നിടത്തോളം കാലം മരണം വരെ ആ ശീലം തുടരുക തന്നെ ചെയ്യും. അതിനകത്തൊരു മാറ്റമില്ല. നമുക്ക് നമ്മുടെ സിറ്റിംഗ് കൗൺസിലറായ ബഷീർക്ക ഒരു മികച്ച ജനപ്രതിനിധിയാണ്. അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ഈ വാർഡിൽ നിന്ന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. കഴിഞ്ഞ ദിവസം കെ സുധാകരൻ അങ്ങേ പിന്തുണച്ചുകൊണ്ട് വന്നു. കോൺഗ്രസിൽ നിന്ന് മറ്റാരും അത്ര ഷാർപ്പായിട്ട് അങ്ങേ പിന്തുണച്ചുകൊണ്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങേക്ക് ഒരു ക്ലീൻ ചീറ്റ് നൽകുകയാണ് കെ സുധാകരൻ. അപ്പോൾ എന്താണ് അത് കേട്ടപ്പോൾ തോന്നിയത്? രാവിലെ കേൾക്കുമ്പോൾ തോന്നുന്നു എനിക്കെന്തോ അനുകൂലമായൊരു വാർത്തയാണെന്ന്. ഈ വാർത്തയുടെയൊക്കെ ഒരു ഉദ്ദേശ ലക്ഷ്യമൊക്കെ ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക് നല്ല ബോധ്യമുണ്ട്. അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ്. ആ നേതാക്കന്മാരുടെ ഒരു അഭിപ്രായത്തോടും ഞാൻ വിയോജിക്കാറില്ല. ആ നേതാക്കന്മാരോട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അവർ പറയുന്നതിനകത്ത് എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. അത് പിന്നെ ഒരു മാധ്യമത്തിലൂടെയല്ല സംസാരിക്കുന്നത്. നിങ്ങൾ പറയുന്നതും ജനങ്ങളുടെ മുന്നിൽ പ്ലേസ് ചെയ്യാം, ഞങ്ങൾ പറയുന്നതും ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പറയുന്നതും ജനങ്ങളുടെ മുന്നിൽ പ്ലേസ് ചെയ്യാം. നിങ്ങളുടെയൊക്കെ ഉദ്ദേശമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ അത് രണ്ട് പ്ലേസ് ചെയ്യും. ആ പ്ലേസ് ചെയ്തിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ അവരേതാണ് ബൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒറ്റയടിക്ക് എനിക്കെന്തോ ഗുണപരമായ വാർത്തയായിട്ട് വരുന്നതായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യം നല്ല ബോധ്യമുള്ളതുകൊണ്ട് എല്ലാ ആളുകളും എൻ്റെ നേതാക്കന്മാരാണ്. എല്ലാ നേതാക്കന്മാരും പറയുന്ന എനിക്ക് അനുകൂലമായി പറയുന്നതും വിയോജിച്ച് പറയുന്നതുമായ എല്ലാ തീരുമാനങ്ങളോടും എനിക്ക് 100% ആ തീരുമാനങ്ങളെയും അവരുടെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ മാനിക്കുന്നു. ഏതായാലും മറ്റേ ഈ ആരോപണം പറയുന്ന പെൺകുട്ടി മുഖ്യമന്ത്രിയെ കാണുന്നു, തെളിവുകൾ നൽകുന്നൊക്കെ ഉള്ളൊരു വാർത്തകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് കാണുന്നത്? ഒരു ക്രൈം ഉണ്ടായിട്ട് ഇല്ല എന്ന് എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം എനിക്ക് ഏതെങ്കിലും ഒരു ആത്മവിശ്വാസത്തിൻ്റെ കുറവിൻ്റെ ആവശ്യമില്ല. എന്തു വന്നാലും ഫേസ് ചെയ്യാൻ റെഡിയായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന ഉത്തമമായ ബോധ്യമുണ്ട്. നിങ്ങൾ പറയുന്നത് ജനങ്ങളുടെ മുന്നിൽ വെച്ചോളൂ, ഞങ്ങൾ പറയുന്നത് ജനങ്ങളുടെ മുന്നിൽ വയ്ക്കും. ജനം ഏത് ബൈ ചെയ്യുമെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണാം. ഏതായാലും രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.